പുതുപ്പള്ളിയും ആ മണ്ണിലെ ജനങ്ങളും തമ്മിലുള്ള ബന്ധം വെറും ഒരു വോട്ട് ബാങ്ക് തന്ത്രമല്ല. അത് പരസ്പര വിശ്വാസത്തിലും അടിയുറച്ച സ്നേഹത്തിലും പടുത്തുയർത്തിയ ആഴത്തിലുള്ള വൈകാരിക ബന്ധമാണ്. വൻ പ്രചാരണ കോലാഹലങ്ങളോ പത്രപരസ്യങ്ങളോ ഇല്ലാതെ തന്നെ പുതുപ്പള്ളിക്കാർ എന്തുകൊണ്ട് ചാണ്ടിയുമ്മനെ നെഞ്ചിലേറ്റുന്നു എന്ന് വ്യക്തമായ മറ്റൊരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ കോട്ടയം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. സ്വന്തം മണ്ഡലത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഓരോ സാധാരണക്കാരന്റെയും ചെറുതും വലുതുമായ സങ്കടങ്ങളിൽ ഓടിയെത്താനും അവർക്ക് നീതി ഉറപ്പാക്കാൻ മുന്നിൽ നിൽക്കാനും അദ്ദേഹം കാട്ടുന്ന ഈ ജാഗ്രത ഇന്നത്തെ പൊതുപ്രവർത്തന രംഗത്ത് വേറിട്ടൊരു മാതൃകയായി നിൽക്കുകയാണ്. കൂരോപ്പട മറ്റപ്പള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വിഷം ഉള്ളിൽ ചെന്ന് ദാരുണമായി മരണപ്പെട്ട ആ നടുക്കുന്ന സംഭവം നാടിനെയാകെ ആഴത്തിൽ കണ്ണീരഴ്ത്തിയ ഒന്നായിരുന്നു. സാമ്പത്തിക ബാധ്യതകളും ചതിക്കുഴികളും മൂലം ആരും തുണയില്ലാതെ ജീവനൊടുക്കേണ്ടി വന്ന തോമസ് എബ്രഹാമിന്റെയും ഭാര്യയുടെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും വേർപാട് കേവലം ഒരു പത്രവാർത്തയായി മാഞ്ഞുപോകാൻ ചാണ്ടിയുമ്മൻ അനുവദിച്ചില്ല. ആ ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നും വേർപെട്ടുപോയ ആ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ട് വിഷയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. സംഭവത്തിൽ വലിയ ദുരൂഹതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രിക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും അടിയന്തരമായി പരാതി നൽകാൻ ചാണ്ടിയുമ്മൻ മുന്നിട്ടിറങ്ങി. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കപ്പെടുന്ന പേരുകളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ ക്രൈംബ്രാഞ്ചോ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ശക്തമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ മനുഷ്യരെ വലയ്ക്കുന്ന സഹകരണ സംഘങ്ങളിലെ ക്രമക്കേടുകൾ ഈ ദാരുണ സംഭവത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സഹകരണ വകുപ്പിന്റെ പ്രത്യേക അന്വേഷണം വേണമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ നിരന്തര ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കേസിലെ ജില്ലാ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നത്. ഉത്തരവാദികൾ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന വലിയൊരു ഉറപ്പ് നാട്ടുകാർക്ക് ലഭിച്ചതും ഈ ജനകീയ ഇടപെടലുകളിലൂടെയാണ്. വെറും പരസ്യങ്ങളിലൂടെയോ വൻ പ്രഖ്യാപനങ്ങളിലൂടെയോ അല്ല, മറിച്ച് സാധാരണക്കാരായ മനുഷ്യരുടെ ആപത്തുകളിൽ താങ്ങായി നിലകൊള്ളുമ്പോഴാണ് ഒരു നേതാവ് യഥാർത്ഥത്തിൽ ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നടത്തുന്നത്. നാടിന്റെ സങ്കടങ്ങളിൽ പങ്കുചേരാനും അനീതിക്കെതിരെ ശക്തമായി വിരൽ ചൂണ്ടാനും പ്രതിസന്ധിയിൽ ആശ്വാസമേകാനും എപ്പോഴും മുന്നിലുണ്ടാകും എന്ന പുതുപ്പള്ളിക്കാർക്ക് നൽകിയ ഉറപ്പാണ് ചാണ്ടിയുമ്മൻ ഇവിടെ നിറവേറ്റുന്നത്. പദവികൾക്കും രാഷ്ട്രീയ അതിർവരമ്പുകൾക്കും അപ്പുറം മനുഷ്യത്വത്തിനും നീതിക്കും വില കൽപ്പിക്കുന്ന ഇത്തരമൊരു നിലപാടാണ് ചാണ്ടിയുമ്മൻ എന്ന ജനനായകനെ വേറിട്ട് നിർത്തുന്നതും ജനങ്ങളുടെ പ്രിയങ്കരനാക്കുന്നതും.